നമസ്കാരം, യു ക്യാൻ ഡു ചാനലിന്റെ കുക്കിംഗ് സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും പറ്റുന്ന ഡിഷാണ്. അതായത് ചിക്കൻ ഡിസ്ക്, പൊട്ടറ്റോ ഡിസ്ക്, അതാണ് അതിന്റെ പേര്. അതിനാദ്യം വേണ്ട സാധനം എന്ന് പറയുന്നത് ഇത് റവയാണ്. റവ 2.5 കപ്പ് റവയുണ്ട്. ഈ 2.5 കപ്പ് റവ ഞാൻ ഈ പാത്രത്തിലേക്ക് ഇടുകയാണ്. 2.5 കപ്പ് റവ നമ്മൾ ഈ പാത്രത്തിലേക്ക് എടുത്തു. ഇനി ഇതിനകത്തേക്ക് ഒരു പാകത്തിന് ഉപ്പ്, കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. കാരണം വേറെ ഉള്ളതിലൊക്കെ ഉപ്പ് ചേരുന്നത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഇതിലൊന്ന് പിടിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇത്ര ഉപ്പ് ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നു. എന്നിട്ട് ഇനി വേണ്ടത് ഇത് തൈരാണ്. 2 കപ്പ് തൈരുണ്ട്. നമ്മൾ ഈ റവ ഇഡ്ഡലി ഉണ്ടാകുമ്പോൾ അതിനകത്ത് മിക്സ് ചെയ്യുന്നത് പോലെ ഇനി ഈ തൈര് ഈ റവയിലേക്ക് ഒഴിച്ച് കുറേശ്ശെ ആയിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ 2.5 കപ്പ് റവയും 2 കപ്പ് തൈരും. അങ്ങനെ റവയും തൈരും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തു. ഇനി ഇത് നമ്മൾ ഒരു 15 മിനിറ്റ് നേരത്തേക്കൊന്ന് പുളിക്കാനായിട്ട് വെക്കണം. ഇത് പുളിക്കുന്ന നേരം കൊണ്ട് 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ബാക്കി ഭാഗങ്ങൾ റെഡിയാക്കാം. നമ്മുടെ പാൻ ചൂടായി കഴിഞ്ഞു. അതിലേക്ക് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഞാൻ 1 ടീസ്പൂൺ കടുകിടുന്നു. 1 ടീസ്പൂൺ ജീരകം കൂടി ചേർക്കുകയാണ്. ഈ പച്ചമുളക് ചേർക്കുന്നു. 2 പച്ചമുളക് നന്നായി അരിഞ്ഞതാണിത്. അതിലേക്ക് ഒരു വലിയ സവോള നന്നായി പൊടിയായി അരിഞ്ഞത് ചേർക്കുന്നു. ഈ ഉള്ളി നന്നായി വഴന്നു വരാൻ വേണ്ടി ഈ അരവിലേക്ക് നമ്മൾ ഇതിനൊക്കെ കുറച്ച് ഉപ്പിടേണ്ടതുണ്ട്. ഞാൻ കുറച്ച് ഉപ്പിടുന്നു. ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഉള്ളി ഏകദേശം മൂത്ത് കഴിഞ്ഞു. ഇനി ഈ ഉള്ളിയിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇനി ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയില ചേർക്കുകയാണ് ഞാൻ. മല്ലിയിലയും ഇട്ട് റെഡിയായി കഴിഞ്ഞു. ഇത് ഒരു 3 വലിയ ഉരുളക്കിഴങ്ങ് നന്നായി പുഴുങ്ങി ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചതാണ്. 3 വലിയ ഉരുളക്കിഴങ്ങ് നന്നായി പുഴുങ്ങി ഗ്രേറ്റ് ചെയ്തതാണ്. ഇത് ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്. അങ്ങനെ നമ്മുടെ മിക്സ് പാകമായി കഴിഞ്ഞു. ഈ മിക്സിൽ പകുതി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കുകയാണ്. പാത്രത്തിലേക്ക് കോരിയെടുക്കുന്ന അനുസരിച്ച് നമ്മൾ പൊട്ടറ്റോ ഡിസ്കും ചിക്കൻ ഡിസ്കും പറഞ്ഞില്ലേ, അപ്പോൾ അത് രണ്ടും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കോരിയെടുക്കുന്നത്. ഇതുവരെയുള്ള കൂട്ടുകൾ രണ്ടിനും ഒരുപോലെ തന്നെയാണുള്ളത്. ഇനിയാണ് ഒരു മാറ്റം വരുന്നത്. ഇനിയിപ്പോൾ ഇത് ഞാൻ മാറ്റി വെച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ അടുപ്പിലിരിക്കുന്നതിലേക്ക് ഞാൻ ഗ്രീൻ പീസ്, ഇത് 1/2 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസ് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചതാണ്. അധികം ഫൈൻ പേസ്റ്റ് ആക്കിയില്ല, ഒന്ന് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇത് ഞാൻ ഈ കൂട്ടിലേക്ക് ചേർക്കുകയാണ്. അപ്പോൾ ഇത് ഇനി ഓഫാക്കാം. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി അത് നന്നായിട്ടൊന്ന് തണുക്കണം. നല്ല ചൂടാണിപ്പോൾ. ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കുകയാണ്. ഇത് കുറച്ച് ചിക്കനാണ്, അതായത് ഒരു 50 ഗ്രാം ചിക്കൻ, നല്ല മാംസമുള്ള ചിക്കൻ എടുത്ത് ഉപ്പും മഞ്ഞളും കുരുമുളകും ചേർത്ത് വേവിച്ച് മിക്സ് ചെയ്ത്, അതായത് നന്നായിട്ട് മിക്സിയിൽ പൊടിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് ഒന്ന് ആറിക്കഴിഞ്ഞ ശേഷം ഇത് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ച് കൂട്ടി യോജിപ്പിക്കണം. ഇനി ഇതിനെ നമ്മളിത് 3ആയിട്ട് ഡിവൈഡ് ചെയ്യും. 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഈ ഓരോ പീസും കയ്യിലെടുത്തിട്ട് നന്നായിട്ട് ഉരുട്ടണം. ഇങ്ങനെ ഉരുട്ടി കഴിഞ്ഞ ശേഷം പിന്നെ ഇത് കയ്യിലെടുത്ത് പതുക്കെ അത് നീട്ടി ഒരു സിലിണ്ടർ ഷേപ്പിലേക്ക് ആക്കി കൊണ്ടുവരണം. ഇതിപ്പോൾ ഒരു സിലിണ്ടർ ഷേപ്പായില്ലേ. ഇതിവിടെ വെക്കുന്നു. അങ്ങനെ ഇത് 3 ഉരുളകളും കയ്യിലെടുത്തിട്ട് അതേ ഷേപ്പിലേക്ക് ആക്കി
ആ ചിക്കൻ മിക്സിയിൽ ഉരുട്ടി വെച്ചത് അത് ഈ ഗ്ലാസ്സിലേക്ക് ഇറക്കി വെക്കും. സെൻറ്ററിൽ നടുക്കായിട്ട് വെക്കണം. നടുക്കായിട്ട് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഗ്ലാസിൻ്റെ സൈഡിൽ കൂടി മാവ് കോരി ഒഴിക്കണം. ഇനി ആദ്യത്തെ ചിക്കൻ്റെ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഈ ഉരുള സെൻറ്ററിലേക്കാക്കി വെച്ചിട്ട് മാവ് കോരി ഒഴിച്ച് ഇതേപോലെ ഒരു സ്പൂണ് വെച്ച് ഇങ്ങനെ ഇറക്കി കൊടുക്കുക സൈഡിൽ നിന്ന്. എന്നിട്ട് മാവിൽ മേലെ മാവ് ഒഴിച്ച് വെച്ച് റെഡിയാക്കി. ഇനി നമ്മൾ അടുത്ത് ആ വെജിറ്റബിൾ മിക്സ് ഇതിനുള്ളിലേക്ക് ഇതുപോലെ ഇറക്കി വെക്കുന്നു. ഇറക്കി വെച്ചിട്ട് ഇട്ട് ഉരുട്ടിയെടുക്കണം. അതിൻ്റെ എല്ലാ ഭാഗത്തും ഇത് പിടിക്കണം. ആ മല്ലിയിലയും കടുകും എല്ലാം കൂടി ഇതിനകത്ത് പിടിക്കുക. ഒരു 2 മിനിറ്റ് ഇതിനകത്ത് ഇരിക്കട്ടെ. ഇതൊന്ന് എല്ലാം പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമുക്ക് മുറിക്കാം. ചെറിയ പീസുകളാക്കി മുറിക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഡിസ്കും പൊട്ടറ്റോ ഡിസ്കും റെഡിയായി. ഇത് ചിക്കൻ ഡിസ്കാണ്, ഇത് പൊട്ടറ്റോ ഡിസ്കാണ്. വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഉള്ള വിഭവമായി. ഓക്കെ. അപ്പൊ എല്ലാവരും നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ഡിസ്ക് ഒന്ന് ട്രൈ ചെയ്യുക. ഇപ്പൊ ഈ ചിക്കനിൽ 4 പീസുകളിൽ ഒരു പീസിനെ അടിച്ചു മാറ്റിയതാണ്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. സോ എല്ലാവരും ട്രൈ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക. സോ യു ക്യാൻ ഡു. താങ്ക് യു.